എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പ്രിൻസിയുടെ ഹോസ്പിറ്റലിൽ വരെ പോവുകയാണ്. മെഡിസിൻസ് കുറച്ച് ചേഞ്ച് ചെയ്യാനുണ്ട്. അതിനായിട്ട് അബുദാബിയിലാണ് പോകുന്നത്, അലൈനിൽ നിന്ന്. അതിൻ്റെ കാഴ്ചകളാണ്. അങ്ങനെ ഞങ്ങൾ അലൈനിൽ നിന്ന് അബുദാബിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മിനി കേരള പോലെയാണ് അലൈൻ. അലൈനിലുള്ള ആരോട് ചോദിച്ചാലും അങ്ങനെ തന്നെ പറയത്തുള്ളൂ. ഒരു കേരളം പോലെ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങളുടെ യാത്ര അങ്ങനെ മുൻപോട്ട് പോവുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൗണ്ട് അബൌട്ടാണ്. ഇവിടെ ഓരോ റോഡ് ക്രോസ് ചെയ്യുന്നത് ലൈൻ നോക്കിയാണ് എല്ലാവരും വണ്ടി ഓടിക്കുന്നതൊക്കെ. അങ്ങനെ ഞങ്ങൾ അബുദാബി റോഡിൽ കയറി. ഇവിടെ ഏറ്റവും കുറഞ്ഞ സ്പീഡ് എന്ന് പറയുന്നത് 120, 140, പിന്നെ 160. ഈ ലൈൻ എന്ന് പറയുന്നത് 160 ആണ്. ഏറ്റവും സ്പീഡിൽ പോകേണ്ടവർക്ക് ആ ലൈനിൽ കൂടെ പോകാം. അല്ലാത്തവർ 140, 120 ഒക്കെ മാറി മാറി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്താറായി. ഈ ഹോസ്പിറ്റലിൻ്റെ അകം കാണിക്കാൻ ഈ വീഡിയോയിൽ പറ്റിയില്ല. വേറൊരു അവസരത്തിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ മെഡിസിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് മെഡിസിനൊക്കെ വാങ്ങി ഞങ്ങൾ വേറെ ഒരാളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവർക്കറിയത്തില്ല ഞങ്ങൾ ഇന്ന് ചെല്ലുന്നത്. അവർ നേരത്തെ ഞങ്ങൾക്ക് അഡ്രസ്സൊക്കെ തന്നിരുന്നു. എങ്കിലും ഞങ്ങൾ ഇവിടെ അബുദാബി വരുന്ന കാര്യം അവർ അറിഞ്ഞിട്ടില്ല. ഇത് എന്ന് പറയുന്നത് ഷാബിയ 10 എന്ന് പറയുന്ന സ്ഥലമാണ് അബുദാബിയിൽ. ഞങ്ങളങ്ങനെ അവരുടെ പാർക്കിങ്ങിലെത്തി. വണ്ടി പാർക്ക് ചെയ്തിട്ട് അവരുടെ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ അവരുടെ ഫ്ലാറ്റിൻ്റെ താഴെ വന്നിട്ട് ലിഫ്റ്റിൽ കയറി മുകളിലെത്തുകയാണ്. സെക്കൻഡ് ഫ്ലോർ എന്നാണ് പറഞ്ഞത്. ഞങ്ങളങ്ങനെ സെക്കൻഡ് ഫ്ലോർ എത്തി. ഇവർക്ക് ഒട്ടും പ്രതീക്ഷയില്ല ഞങ്ങൾ ഇവിടെ വരുമെന്ന്. ഞങ്ങൾ ഡോറെ തട്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഓരോ റൂംസായിട്ട് അവർ ഫ്ലാറ്റിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇനിയുള്ള എക്സ്പ്രഷൻ നിങ്ങൾ കാണുക. ഞങ്ങൾ റൂമിൽ കയറിയിട്ട് കഴിക്കാൻ പോവുകയാണ്. ഇപ്പോൾ 1:30 ആയി. അതുകൊണ്ട് നേരെ താഴോട്ട് പോവുകയാണ്. ഇവർ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ട് താഴെ തന്നെ ഇഷ്ടം പോലെ മലയാളീസ് ഹോട്ടലുണ്ട്. അവിടെ ഞങ്ങളൊരു ഹോട്ടലിൽ വന്നിരുന്നു. ഞാൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ബീഫ് ബിരിയാണി ആണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ ഫുഡിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. അതിനിടയ്ക്ക് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ ഓർഡർ വന്നു. എനിക്ക് ബീഫ് ബിരിയാണി വന്നു. പ്രിൻസിക്കും അപ്പൂസിനും സാധാ ഊണ് വന്നു. ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. ഇവിടുത്തെ ബിരിയാണിയും ഓക്കെയാണ്, അത്യാവശ്യം ഓക്കെയാണ്. അങ്ങനെ ബിരിയാണി കഴിച്ചു, നോർമൽ ചോറ് കഴിച്ചിട്ട് ഇറങ്ങിയാണ്. ഇതാണ് സഫാരി റെസ്റ്റോറൻറ്റ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ അൽമദീന എന്ന് പറയുന്ന മാർക്കറ്റിലേക്ക് പോവാണ്, ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. അൽമദീന എന്ന് പറയുന്ന മാർക്കറ്റ് എല്ലാ ഗൾഫ് രാജ്യത്തുമുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റാണ്. ഞങ്ങൾ അവിടെ പോവുകയാണ്. അങ്ങനെ ഇവിടെ വന്ന് കയറിയപ്പം തന്നെ അപ്പൂസിന് ഈ വണ്ടി വേണം. ബസ്സിനോട് അവനിപ്പം കമ്പം ബസ്സിനോടാണ്. അങ്ങനെ ബസ് എടുത്തു. പിന്നെ ഇവിടുത്തെ സ്നാക്സ് ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ എല്ലാ സ്നാക്സും ഈ മദീന എന്ന് പറയുന്ന ഹൈപ്പർ മാർക്കറ്റിൽ കിട്ടും.
അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്നാക്സ് വാങ്ങി. പിന്നെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ്. അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സ് മേടിക്കാനായിട്ട് പോയി. അവിടെ നിന്ന് ഫ്രൂട്ട്സ് എടുക്കുകയാണ്. അവിടെ നിന്ന് ഞങ്ങൾ ബില്ല് ചെയ്ത് ഇറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒരു ചെറിയ ഒരു തട്ടുകട പോലുണ്ട്. അവിടെ ഞങ്ങൾ ബിരിയാണി കഴിച്ചതാണ്, എങ്കിലും ചായ കുടിക്കാനായിട്ട് കയറിയിരിക്കുകയാണ്. അപ്പം തന്നെ ബസ് അവൻ ഓപ്പൺ ചെയ്തു. ബസ്സിൻ്റെ പുറയിലാണ്, ബസ് ഓടിക്കുകയാണ്. ഈ സമയത്ത് തന്നെ അപ്പൂസിന് കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരു പീസ് കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് റൂമിൽ വന്നിരുന്ന് കട്ട് ചെയ്യുവാണ്. അവന് ഹാപ്പി ബർത്ത്ഡേ പാടി കട്ട് ചെയ്യുക. അതിനുശേഷം ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു വൈകിട്ട് ഒരു 6:30 നൈറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് തൊട്ട് താഴെയുള്ള ഗ്രില്ലീസ് ചില്ലീസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു. അവിടുന്ന് ഷവർമയാണ് ഓർഡർ ചെയ്തത്. ഷവർമ ഓർഡർ ചെയ്തു. ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. ഇവിടുത്തെ വ്യൂ ഇതാണ്. ഇവിടുത്തെ ഷോപ്പുകളെല്ലാം, എല്ലാ ഷോപ്പുകളും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ അത്യാവശ്യം തിരക്കുള്ള ഏരിയയാണ് ഷാബിയ 10 എന്ന് പറയുന്നത്, അബുദാബിയിൽ. ഞങ്ങളങ്ങനെ ഫുഡിന് വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ ഐറ്റം എത്തി. ആദ്യം ഇവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റിലും അവർ സൂപ്പ് തരും. അങ്ങനെ ആദ്യം സൂപ്പ് എത്തി. അത്യാവശ്യം നല്ല സൂപ്പാണ്. അതിൻ്റെ കൂടെ സാലഡ് എത്തി. ഇതിനകത്ത് ബീറ്റ്റൂട്ട്, ലെച്ചൂസ്, കുക്കുംബർ, പിന്നെ അതുപോലെ ഇവിടുത്തെ എല്ലാവരും ഫുഡിന് കഴിക്കുന്ന ഒരു ഇലയാണ് ജർജീർ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഹമ്മൂസ് ഉണ്ട്, മയണൈസ് ഉണ്ട്, അതൊക്കെയാണ്. അപ്പൂസിൻ്റെ ഫേവറേറ്റ് ഐറ്റമായ ഫ്രഞ്ച് ഫ്രൈസ് എത്തി. പിന്നെ ഞാനിവിടെ പറഞ്ഞതും മസാല ഷവായി ആണ്. അത്യാവശ്യം ഓക്കെ ആയിരുന്നു ഇവിടുത്തെ മസാല ഷവായി. ഇതാണ് മസാല ഷവായി ഇവിടെ കിട്ടുന്നത്. പിന്നെ അവസാനം ഞങ്ങൾ ഓർഡർ ചെയ്ത ഷവർമ, നാട്ടിലെ ഷവർമ പോലെ തന്നെ നല്ല ഷവർമയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങൾ മൊജിറ്റോ ഓർഡർ ചെയ്തു. അതിൻ്റെ കൂടെ ഞങ്ങൾ മൊജിറ്റോയും ഒരു സ്ട്രോബെറി ഷേക്കും കൂടെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കുകയാണ്. ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് അത്യാവശ്യം ഓക്കെയാണ്. മസാല ഷവായി ആയാലും ഓക്കെയാണ്. ഇവിടുത്തെ ഷവർമ നല്ല ഷവർമയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഷവർമ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു ഫോട്ടോയൊക്കെ എടുത്ത് ഇവിടുത്തെ അറേഞ്ച്മെന്റ്, സീറ്റിംഗ് ഒക്കെ നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങുകയാണ്. ഇതാണ് ഷാബിയ 10-ലുള്ള ഗ്രില്ലീസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. എനിക്ക് ആദ്യം ഈ ഗ്രില്ലീസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ട് കാണിക്കാൻ പറ്റിയില്ല. അവസാനമാണ് എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നടന്ന് തിരിച്ച് റൂമിലേക്ക് വരികയാണ്. റൂമിൻ്റെ തൊട്ടടുത്താണ് ഈ റെസ്റ്റോറൻറ്റ്. റൂമിലെത്തിയപ്പോൾ തന്നെ 10:30 ആയി. ഞങ്ങൾ പിന്നെ ടാറ്റ പറഞ്ഞു തിരിച്ച് അലയിലേക്ക് വരികയാണ്.
ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പുകൾ. അങ്ങനെ അവസാനം ഞങ്ങൾ പെട്രോൾ അടിക്കാനായിട്ട് പമ്പിൽ കയറി. ഇവിടെ നല്ല തിരക്കുണ്ട്, പമ്പുകളിലെല്ലാം നല്ല തിരക്കാണ്. അങ്ങനെ വെയിറ്റിംഗ് ചെയ്ത് പെട്രോൾ അടിച്ച് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതായിരുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ ഒരു വീഡിയോയും വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.